സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. പവന് ഇന്ന് കൂടിയത് 720 രൂപ, ഒരു പവന് 55,000 രൂപയായി. ഗ്രാമിന് 90 രൂപ കൂടി, ഒരു ഗ്രാമിന് ഇന്നത്തെ വില 6,875 രൂപയായി. കേരളത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന റെക്കോർഡ് വിലയിലെത്താൻ ഇനി കേവലം 120 രൂപ കൂടി മതി. വിവരങ്ങളുമായി ബീന റാണി ചേരുകയാണ്. ബീന, ഇനി മുതൽ സാധാരണ ജനങ്ങൾക്ക് സ്വർണം എന്ന് പറയുന്നത് ഒരു വിദൂര സ്വപ്നമായി മാറുകയാണോ? ദേവിക, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ സ്വർണ്ണവിലയിൽ ഇത്തരം ഒരു കുതിപ്പ് രേഖപ്പെടുത്തുന്നത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന് വീണ്ടും 55,000 രൂപയിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് പവന് 720 രൂപയാണ് കൂടിയത്. ഈ മാസത്തെ കണക്കെടുത്താൽ ഇത് ഏറ്റവും ഒരു ഉയർന്ന നിലവാരത്തിൽ തന്നെയാണ് ഉള്ളതെന്ന് കാണാം. 55,000 രൂപയാണ് ഇന്നൊരു പവൻ സ്വർണത്തിന്റെ വില. ആ വിലയിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. ഗ്രാമിന് 90 രൂപയും വർദ്ധിച്ച് 6,875 രൂപയിലെത്തി. കഴിഞ്ഞ മെയ് മാസം 20-നാണ് ഇതിനു മുൻപ് 55,120 രൂപയിലേക്ക് സ്വർണ്ണവില എത്തുന്നത്. പിന്നീട് 2,000 രൂപ 4-5 ദിവസം കൊണ്ട് കുറയുകയും പിന്നീട് ഏറിയും കുറഞ്ഞും നിന്ന സ്വർണ്ണവില ഇന്ന് വീണ്ടും തിരിച്ചു കയറുകയായിരുന്നു. അപ്പൊ തന്നെ ഈ മാസത്തിന്റെ തുടക്കത്തിൽ 53,000 രൂപയായിരുന്നു. അത് 16 ദിവസത്തിനിടെ ഇപ്പോൾ 2,000 രൂപ കൂടി 55,000-ലേക്ക് എത്തുകയായിരുന്നു. ഓഹരി വിപണിയിലെയും ഒപ്പം തന്നെ അന്താരാഷ്ട്ര വിപണിയിലെയും വ്യതിയാനങ്ങളാണ് കേരളത്തിലും സ്വർണ്ണവിലയെ ബാധിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ നിക്ഷേപകർ കാണുന്നതും സ്വർണത്തിലേക്ക് നിക്ഷേപകരെ ആകർഷിക്കാൻ കാരണമാകുന്നുണ്ട്. മറ്റ് ആസ്തികളുമായി തട്ടിച്ചു നോക്കുമ്പോൾ സ്വർണത്തിന് വലിയ നേട്ടം കൊയ്യാനാകുന്നത് ഇത്തരത്തിൽ സ്വർണ്ണവില വർദ്ധിക്കാൻ കാരണമാകുന്നു. എന്തായാലും കേരളത്തിൽ ഇപ്പോൾ വിവാഹ ചേർത്തതിന് സാധാരണക്കാരെ ഇത് കാര്യമായി ബാധിക്കാൻ ഇടയില്ല. എന്നാൽ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ചാഞ്ചാടി നിൽക്കുന്നത് വലിയ തോതിൽ പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. റീറ്റെയിൽ വിൽപ്പനയ്ക്ക് മറ്റും ആളുകൾ കുറയുന്ന ഒരു സാഹചര്യം വരും. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്വർണം ഒരു വൈകാരിക വസ്തു ആയതിനാൽ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ എന്തൊക്കെയായാലും ഉപഭോക്താക്കളെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തരത്തിൽ ആഗോള വിപണിയിൽ ഉണ്ടാകുന്ന ചലനങ്ങളാണ് കേരളത്തിലും ഇത്തരത്തിൽ സ്വർണത്തിൽ വിലയിൽ പ്രതിഫലിക്കാൻ കാരണമാകുന്നത്. ഈ വില തന്നെ തുടർന്ന് നിൽക്കുമോ എന്ന കാര്യത്തിൽ കഴിഞ്ഞ 2 മാസത്തെ കണക്കുകൾ ഒരു ഘടകം നടത്താനാകില്ല. എങ്കിലും വില വീണ്ടും വലിയ തോതിൽ കുറയാൻ സാധ്യതയില്ലെന്ന് തന്നെയാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത്.